അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ സമസ്ത ജനറൽ പൊതുപരീക്ഷയുടെ ഫലപ്രഖ്യാപനം ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേര സമയത്തായിരുന്നു പുതിയ അപ്ഡേറ്റ് വന്നിരുന്നത്. സമസ്ത പൊതുപരീക്ഷ ജനറൽ ഫലപ്രഖ്യാപനം വരുന്ന, അതായത് നാളെ 2026 മാർച്ച് 4, അതായത് ബുധനാഴ്ച നാളെ 12 മണിക്കാണ് ഫലപ്രഖ്യാപനം തുടങ്ങുന്നത്. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് സാധാരണ ഒരു മീറ്റിംഗ് ഉണ്ടാകാറുണ്ട് സുപ്രഭാതം ചാനലിൽ. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം അറിയുന്നത്. ആ പത്രസമ്മേളനത്തോടുകൂടെ അവസാനിച്ചതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യും, സൈറ്റിൽ നമുക്ക് ഫലപ്രഖ്യാപനം ഓരോ വിദ്യാർത്ഥികളുടെയും കാണാൻ കഴിയും. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമുക്ക് ഫലപ്രഖ്യാപനത്തിന് നമ്മൾ പേരും അതുപോലെ ക്ലാസ്സും ഒക്കെ സെലക്ട് ചെയ്ത ശേഷം രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ച ശേഷം നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ വന്നേക്കാം. കാരണം കുറേ ആളുകൾ ഇതിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. പൊതുപരീക്ഷ ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് സൈറ്റിൽ കുറേ ആളുകൾ സെർച്ച് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ ആ സമയത്തുള്ള ഫലം ചെക്ക് ചെയ്യുക, അതായത് ഫലപ്രഖ്യാപനം നടത്തിയ ശേഷം വളരെ സൈറ്റ് ബ്ലോക്കായിരിക്കും. കാരണം കുറേ ആളുകൾ ഇതുപോലെ ഈ സമയത്തായിരിക്കും ഫലപ്രഖ്യാപനം നോക്കുന്നത്, ഒരേ സമയത്ത് 12 മണിക്ക് ശേഷം. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്നില്ല. ചില ആളുകൾക്ക് ഫലപ്രഖ്യാപനം എന്ത് ചെയ്യും, ഡയറക്റ്റ് കാണാൻ കഴിയും, ചിലർക്ക് എററായിട്ടായിരിക്കും കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം, വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക, അവസാനം ഇൻഷാ അല്ലാഹ് ലഭിക്കും. നാളെ തന്നെ, അതായത് ഫലപ്രഖ്യാപനം നടന്ന ശേഷം തന്നെ രാത്രിയുടെ മുമ്പായിട്ടൊക്കെ നമുക്ക് ഇനി റിവാലുവേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കണമെങ്കിൽ അതിൻ്റെ ഡേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വരും. അതിൻ്റെ കൂടെ തന്നെ അതുപോലെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട ദിവസവും എന്നാണെന്നും അതുപോലെ തന്നെ റീവാലുവേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട ഡേറ്റ് എന്നാണെന്നും ഒക്കെ ഒന്നിച്ചിട്ടായിരിക്കും അതിൻ്റെ കൂടെ പറയുക. അതോടുകൂടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പ്രത്യേകം ഫീ ഉണ്ട് എന്ന്. അപ്പോൾ ഫീസ് എത്രയെന്നൊക്കെ അതിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നുണ്ട്. അപ്ഡേറ്റുകളൊന്നും പുതിയതായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ സമസ്ത പൊതുപരീക്ഷയുടെ ഫലപ്രഖ്യാപനം മാത്രം, അതിൻ്റെ ഡേറ്റ് മാത്രമേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകട്ടെ. ടോപ്പ് + പ്രതീക്ഷിച്ച് കുറേ വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, അതുപോലെ തന്നെ ഫെയിൽഡ്. അള്ളാഹു ആരെയും തോൽപ്പിക്കാതിരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.